എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ എക്സാമുകളിൽ കറണ്ട് അഫെയർസ് സെക്ഷനിലെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നതാണ് അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ നമ്മളിവിടെ ഇൻ്റർനാഷണൽ ലെവലിലും അതുപോലെ ഇന്ത്യ ലെവലിലും കേരളത്തിലുമുള്ള പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകളാണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഹു വാസ് ഇലക്റ്റഡ് ആസ് ദ 10th ചാൻസലർ ഓഫ് ജർമ്മനി ഇൻ മെയ് 2025? ജർമ്മനിയുടെ ചാൻസലറായിട്ട് മെയ് 2025 സെലക്ട് ചെയ്തത് ആരെയാണ്? ഫ്രെഡറിക് മേഴ്സിനെയാണ്. ഓപ്ഷൻ ബി ആണ്, ഫ്രെഡറിക് മേഴ്സ് ആണ് ജർമ്മനിയുടെ 2025 മെയ്യിൽ സെലക്ട് ചെയ്ത ചാൻസലർ. അപ്പോൾ അടുത്ത ചോദ്യം, വിച്ച് ലീഡർ ഇനാഗുറൽ മാസ് വാസ് അറ്റൻഡഡ് ബൈ ഗ്ലോബൽ ഡിഗ്നിറ്ററീസ് ഇൻ മെയ് 2025? അപ്പോൾ നമുക്കറിയാമല്ലേ, കത്തോലിക്ക സഭ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതിൻ്റെ സെഷനായിരുന്നു മെയ് 2025 നടന്നത്. പോപ്പ് ലിയോ ആണ് ശരി ഉത്തരം. പോപ്പ് മാർപ്പാപ്പയുടെ പേരാണ് ലിയോ 14 ലിയോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് യമൻ ഇൻ മെയ് 2025? 2025 മെയ്യിൽ യമൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? സലേം സാലെഹ് ബിൻ ബ്രൈക്കാണ് യമൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് 2025 മെയ്യിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. പേരെന്താണ്? സലേഹ് ബിൻ ബ്രൈക്ക്. അടുത്ത ചോദ്യം, നാഷണൽ അപ്പോയിൻമെൻ്റ് ആണ്, ഇന്ത്യ ലെവലിലുള്ള അപ്പോയിൻമെൻ്റ് ആണ്. ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി ഡെപ്യൂട്ടി ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഏപ്രിൽ 2025? 2025 ഏപ്രിൽ മാസം റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പൂനം ഗുപ്തയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് 2025 ഏപ്രിൽ മാസം തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഹു ബിക്കേം ദ 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഇൻ ഫെബ്രുവരി 2025? 2025 ഫെബ്രുവരിയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? ഓപ്ഷൻ സി ആണ്, ഗ്യാനേഷ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയായിട്ട് 2025 ഫെബ്രുവരി മാസം തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻ മെയ് 2025? UPSCയുടെ ചെയർപേഴ്സണായിട്ട് 2025 മെയ് മാസം തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? അജയ് കുമാറാണ്. UPSC ചെയർമാനായിട്ട് 2025 മെയ് മാസം തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? അജയ് കുമാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത, ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദി ചെയർപേഴ്സൺ ഓഫ് ദി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇൻ മാർച്ച് 2025? 2025 മാർച്ച് മാസത്തിൽ സെബി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. ഓപ്ഷൻ സി, തുഹിൻ കാന്ത പാണ്ഡെയാണ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായിട്ട് 2025 മാർച്ച് മാസം തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇൻ ഫെബ്രുവരി 2025? അപ്പോൾ നേരത്തെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് ആ പദവിക്ക് ശേഷം നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ നിയമിതനായിട്ടുള്ളത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് പ്രൈം മിനിസ്റ്റർ ആരാണ്? ശക്തികാന്ത ദാസാണ്. അടുത്തത് 9ാമത് ചോദ്യം, ഹു വാസ് റീ അപ്പോയിൻറ്റഡ് ആസ് ദി ഡയറക്ടർ ഓഫ് ദ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ? CBIയുടെ ഫുൾ ഫോമാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ CBIയുടെ ഡയറക്ടർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, റീ അപ്പോയിൻ്റ് ചെയ്ത ആരാണ്? പ്രവീൺ സൂദാണ് CBIയുടെ
പ്രവീൺ സൂദാണ് CBIയുടെ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തി. അടുത്ത ചോദ്യം, ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ഇന്ത്യാസ് റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഓൺ മെയ് 2025? IMF ഇപ്പോൾ വാർത്തയിലേക്ക് നിറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ. IMF പാകിസ്ഥാന് പൈസ $1 ബില്യൺ കടം കൊടുക്കുകയാണ്. അപ്പോൾ IMFൻ്റെ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആരാണ്? പരമേശ്വർ അയ്യറാണ്. അദ്ദേഹം മെയ് 2025 അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ടു IMF ആരാണ്? പരമേശ്വരം അയ്യർ. അടുത്തത് കുറച്ച് സ്റ്റേറ്റ് അപ്പോയിൻമെൻറ്റുകൾ നോക്കാം. ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകൾ. ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് സെക്രട്ടറി ഓഫ് കേരള ഇൻ ഏപ്രിൽ 2025? കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? അപ്പോയിൻറ്റ് ചെയ്തത് ആരാണ്? A. ജയതിലകാണ് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത്. A. ജയതിലക്. അടുത്ത ചോദ്യം, ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ സെക്രട്ടറി ടു ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗുജറാത്ത് ഇൻ മെയ് 2025? ആൻസർ വിക്രാന്ത് പാണ്ഡെയാണ്. അടുത്തത്, ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ചെയർപേഴ്സൺ ഓഫ് ദ പഞ്ചാബ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്? അത് റീന ഗുപ്തയാണ്. അടുത്ത ചോദ്യം, ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് എ ചെയർപേഴ്സൺ ഓഫ് ദ ഉത്തർപ്രദേശ് മഹിളാ കല്യാൺ ബോർഡ് ഇൻ 2025? ആരാണ്? കമലാവതി സിംഗ് ആണ് ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അപ്പോയിൻമെൻറ്റ് എന്ന സെക്ഷനിൽ. ഇതിൽ നിന്നും തീർച്ചയായിട്ടും 1 മാർക്കിൻ്റെയെങ്കിലും ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.